Next, maximum principal stress theory. What is in by maximum principal stress theory? So it states that the failure of a material will take place when the maximum value of stress exceeds the limiting value of stress. So maximum principal stress theory regarding sigma max is equal to sigma y divided by factor of safety. According to maximum shear stress theory, tau max is equal to tau y divided by factor of safety. Okay, tau y yield shear stress divided by factor of safety. Ductile material case maximum shear stress theory tau max tau y divided by factor of safety. And brittle material case tau max is equal to tau u divided by factor of safety. Because brittle material is ultimate limit. Okay? That's ductile material case maximum principal stress theory sigma max is equal to sigma y divided by factor of safety. That's brittle material case tau y divided by sigma u divided by factor of safety. Okay? Sigma max is sigma y divided by factor of safety. Generally, sigma 1 is equal to sigma y. Sigma 1 less than equal to maximum principal stress theory less than or equal to yield. This is the formula theory of failure. Second module. That is maximum principal stress theory. Maximum principal stress is less than equal to yield. That is the design safe. Okay. So y is sigma y is a material strength. Steel is maximum holding strength. A material. Yield strength. That is material holding maximum stress. That is yield. For example, sigma y is equal to 100. 100 if factor of safety factor of safety material maximum yield strength 100 ductile material. Suppose example sigma y is equal to 100. If factor of safety is not given, load apply stress create material. Maximum principal stress value 100 വരെ അല്ലെങ്കിൽ 100ന്റെ തൊട്ട് താഴെ വരെ പോവാം. അങ്ങനെയാണെങ്കിൽ ആ ഡിസൈൻ സേഫ് ആണ്, മെറ്റീരിയൽ ഫെയിൽ ആയി പോവില്ല. ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് നോട്ട് ഗിവൺ. ഇനി ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്തായിരിക്കും? ആ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് കുറച്ച് കാണിക്കുക എന്ന ഉദ്ദേശത്തിലാണ്. മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് കുറച്ച് കാണിക്കുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എടുക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ സിഗ്മ വൈ ഈസ് ഈക്വൽ ടു 100 ആണ്. പക്ഷെ നമ്മൾ ഫാക്ടർ സേഫ്റ്റി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ സിഗ്മ വൈൻ്റെ വാല്യൂ എന്തായി മാറി? 50 മാറി. അപ്പോൾ നമ്മൾ പറയും ആ മെറ്റീരിയലിൻ്റെ മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ നിങ്ങൾ 50 മാക്സിമം അപ്പോൾ നിങ്ങൾ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ മെറ്റീരിയലിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ ലോഡ്, നിങ്ങൾ കൊടുക്കുന്ന ലോഡിനെ കൊണ്ട് മെറ്റീരിയലിൽ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് അപ് ടു 50 വരെ മാത്രമേ വരാൻ പാടുള്ളൂ. 50ൻ്റെ മുകളിൽ പോയാൽ ഫെയിലാകും എന്ന ഒരു ഇൻഡിക്കേഷൻ അതാണ് നമുക്ക് തരുന്നത്. എന്തെന്ന് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ആ ഒരു ടേം. സോ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൺസിഡർ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് കുറച്ച് കാട്ടുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇസ് നോട്ട് ഗിവൺ, ദെൻ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് വാല്യൂ 100ന്റെ തൊട്ട് താഴെ വന്നാൽ ഡിസൈൻ സേഫ് ആണ്. ഓക്കെ, അതായത് സിഗ്മ 1 സപ്പോസ് പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഇൻഡിക്കേറ്റർ സിഗ്മ 1 ആണെങ്കിൽ സിഗ്മ 1 ലെസ് ദാൻ ഈക്വൽ ടു സിഗ്മ വൈ എന്ന് പറയും. If factor of safety is not given. If factor of safety is given, we can say that sigma 1 less than or equal to sigma y divided by factor of safety. Okay. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ സിഗ്മ വൈ ഈക്വൽ ടു 100 ആണെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി 2 തന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സിഗ്മ വൈ ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈക്വൽ ടു 15 വരും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം 50 ആണ് എന്തിന് ആ മെറ്റീരിയലിനെ മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ്. ആ മെറ്റീരിയലിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് 50 ആണ്. ശരിക്കും പറഞ്ഞാൽ ആ മെറ്റീരിയലിന് 100 വരെ ഹോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 15ൻ്റെ തൊട്ട് താഴെ മാത്രമേ വരാൻ പാടുള്ളൂ. അതിന് മുകളിൽ വന്നാൽ അത് ബ്രേക്കായി പോകും എന്ന ഒരു കൺസെപ്റ്റാണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ,
അപ്പോൾ അതാണ് ഈ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറിയും മാക്സിമം ഷിയർ സ്ട്രെസ് തിയറിയും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. സോ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി എന്ന് പറയുമ്പോൾ ഇത് ഒരുപാട് ചോദിക്കുക. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഫെയിലിയർ ഓഫ് എ മെറ്റീരിയൽ വിൽ ടേക്സ് പ്ലേസ്. ഇത് പ്രോബ്ലമാറ്റിക്കിലാണ് കൂടുതൽ മാർക്ക് ഉണ്ടാവുക. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഫെയിലിയർ ഓഫ് എ മെറ്റീരിയൽ വിൽ ടേക്സ് പ്ലേസ് വെൻ ദ മാക്സിമം വാല്യൂ ഓഫ് സ്ട്രെസ് എക്സീഡ്സ് ദി ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്ട്രെസ്. അപ്പോൾ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നതാണ് സിഗ്മ വൈ. ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത്. മാക്സിമം വാല്യൂ ഓഫ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ സ്ട്രെസ്, അതായത് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രെസ്. ഓക്കെ, അപ്പോൾ അത് ആ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്ട്രെസ്സിനെക്കാളും കൂടുതലായി പോയാലും മെറ്റീരിയൽ ഫെയിൽ ആയി പോകും. അപ്പോൾ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറിയുടെ ഇക്വേഷനാണ് സിഗ്മ മാക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ വൈ ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ദാറ്റ് ഈസ് ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽ. സിഗ്മ മാക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ യു ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ദാറ്റ് ഈസ് ഫോർ ബ്രിട്ടിൽ മെറ്റീരിയൽ. ഇനി മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി ടോ മാക്സ് ഈസ് ഈക്വൽ ടു ടോ വൈ ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി, മറ്റേ ടോ യു ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഓക്കെ, അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇപ്പോൾ സപ്പോസ് ഒരു മെറ്റീരിയൽ, ആ മെറ്റീരിയലിൻ്റെ പിന്നെ സ്ട്രെസ് എന്ന് പറയുന്നത് സപ്പോസ് സിഗ്മ വൈ ഈസ് ഈക്വൽ ടു 100 എന്ന് കരുതുക. ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇസ് നോട്ട് ഗിവൺ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആ മെറ്റീരിയലിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് അപ് ടു 100 ആണ്. അതിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നിട്ടില്ല മേടിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ 100ന്റെ തൊട്ട് താഴെ സ്ട്രെസ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തക്ക വിധത്തിൽ നമുക്ക് ലോഡ് അപ്ലൈ ചെയ്യാം. മെറ്റീരിയൽ ഫെയിൽ ആവില്ല. ഇനി 100 ഫാക്ടർ ഓഫ് സേഫ്റ്റി 2 തന്നെന്ന് വിചാരിക്കുക. നമുക്കറിയാം ആ മെറ്റീരിയൽ മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ് ഇത്രയാണ് നമുക്കറിയാം. പക്ഷേ ഫാക്ടർ ഓഫ് സേഫ്റ്റി 2 കൂടി തന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഫാക്ടർ ഓഫ് സേഫ്റ്റി 2 തന്നാൽ 100 ഡിവൈഡ് ബൈ 2 50 എന്ന് എടുക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്, ഈ 50 ആ മെറ്റീരിയലിന് മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ലോഡ്, നമ്മൾ എത്ര ലോഡ് കൊടുത്തോട്ടെ, ആ നമ്മൾ കൊടുക്കുന്ന ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുമല്ലോ. ആ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് 50ന്റെ താഴെ വേണം ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ മാത്രമേ അത് സക്സസ് ആവുകയുള്ളൂ. ആ മെറ്റീരിയൽ സേഫായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ മെറ്റീരിയൽ ഫെയിൽ ആയി പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാക്ടർ ഓഫ് സേഫ്റ്റിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഓക്കെ, നെക്സ്റ്റ്, വൈ ഡു വി ഡിസൈൻ വെൽഡ് ജോയിന്റ് ബേസ്ഡ് ഓൺ ത്രോട്ട് ഏരിയ. അപ്പോൾ നമ്മൾ ഈ ചിത്രം എടുക്കുന്ന മുന്നേ പഠിച്ച പ്രോബ്ലത്തിലുണ്ടാവും ഇതേമാതിരി ഈ ചിത്രം BM. ഓക്കെ, ഇത് ഇതിൻ്റെ ടോപ്പിൽ നിന്ന് കാണുമ്പോൾ ഉള്ള വ്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇത് L1 ആണ്. ഇത് ഈ കാണുന്ന ഈ ടേമാണ് ഇത്. ഓക്കെ, അതിൻ്റെ തിക്നെസ് തന്നെ. വി നീഡ് ടു നോ ദി ഏരിയ where the transverse fillet weld will fail. Why do we design welded joint based on throat area? Other question. So we need to know the area where the transverse fillet will fail. എവിടെയാണ് ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് വെൽഡ് ഫെയിൽ ചെയ്യുക, ആ ഏരിയനെ പറ്റി നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ വേണം. വി നോ ദാറ്റ് ഫെയിലിയേഴ്സ് വിൽ ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം മിനിമം ഏരിയ. സോ ഇൻ വെൽഡ് നമ്മൾ ബോൾട്ടിനൊക്കെ പഠിച്ചിട്ടില്ലേ, ബോൾട്ടിൻ്റെ മിനിമം ഡയമീറ്ററിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ മിനിമം ഏരിയ ആണ്, അവിടെയാണ് സ്ട്രെസ് കൂടുതലായിട്ട് ഉണ്ടാവുക. സോ ഫെയിലിയേഴ്സ് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മിനിമം ഏരിയനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിസൈനിങ് തുടങ്ങാൻ. സോ we need to know the area where the transverse fillet weld will fail. We know that failures will start from minimum area. So in weld, throat area is the minimum area. Here capital letter BM, the transverse fillet weld. This will be the failing area of weld. This will be the failing area of weld. So in weld, throat area is the minimum area. Here BM is the throat thickness. BM is the throat thickness. This will give minimum area. For transverse fillet weld, L1 means length of the weld, and throat thickness means BM, throat thickness. So from this you can calculate the value of area. So this area is equal to throat area. Okay, after area money. Why do we design welded joint based on throat area? And the main answer ഇവിടെ വരുന്നത് failures will always start from minimum area. So minimum area എന്ന് പറയുന്നതാണ് throat area. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡിസൈനിങ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് കംപ്രസീവ് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സ്ക്വയർ കീ ഈസ് ട്വൈസ് ദി ഷിയർ സ്ട്രെസ്. അപ്പോൾ കീ സ്വാഭാവികമായിട്ടും ലോഡ് വിധേയമാകുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, ഷിയർ എഫക്റ്റ് ഉണ്ടാവും, ക്രഷിംഗ് എഫക്റ്റ് ഉണ്ടാവും. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. സോ ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ദി ഷാഫ്റ്റ്, കൺസിഡറിംഗ് ഷിയറിംഗ്, ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ദി ഷാഫ്റ്റ് ഈസ് ഈക്വൽ ടു tau into b into L into d by 2, where b means width of the key, L means length of the key, and d means diameter of the shaft. അപ്പോൾ ഇത് മുന്നേ ഇതിൻ്റെ വീഡിയോസ് ഡിറൈവ് ചെയ്തിരുമെന്നൊക്കെ തോന്നുന്നുണ്ട്, കൃത്യമായിട്ട് ഓർമ്മയില്ല, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും.
Considering shearing, torque transmitted by the shaft, capital T is equal to sigma c into L into T by 2 into D by 2. Equation number 2. T means thickness of the key, sigma c means crushing stress. Now equate equation 1 and equation 2. So square key in B is equal to T. Width is equal to thickness. So it cancel it. Tau into B into L into D by 2 is equal to sigma c into L into T by 2 into D by 2. So tau into B into L into cancel it. D by 2 cancel it. Okay, B T same cancel out. So last time B into tau equal to sigma c into T by 2. Okay, T and T cancel it. So tau equal to sigma c by 2. So sigma c equal to 2 times tau. These equations derive exam sigma c equal to 2 times tau. Factor of safety for example, factor of safety is equal to 2 sigma max is equal to sigma u divided by 2. അപ്പോൾ ടോ എന്ന് പറയുന്നത് എപ്പോഴും ആ ഈൽഡിൻ്റെ ഹാഫ് ആയിട്ടേ വരിക. അപ്പോൾ ഇവിടെ ഒരു ടോ ഈക്വൽ ടു സിഗ്മ സി ഡിവൈഡ് ബൈ 2. ഓക്കെ, അപ്പോൾ സിഗ്മ സിൻ്റെ ടോയുടെ ഹാഫ് ആയിട്ടേ വരിക. ടോ എപ്പോഴും ഹാഫ് ആയിട്ടേ വരും. സിഗ്മ സി ഈക്വൽ ടു 2 ടൈംസ് ടോ. അത് ഓർമ്മിക്കുക. ടോ ഓൾവേസ് ഹാഫ് ടോ വാല്യൂ. Okay, next, why do we consider wall factor for the design of helical compression spring? That's the question. Why do we consider wall factor for the design of helical compression spring? Why do we consider wall factor WHL FSCTOR for the design of helical compression spring? In actual practice, curvature is very important. The spring in the case spring in the curvature in actual practice, curvature is very important. So curvature effect you should consider along with the direct shear stress and torsional shear stress while designing the spring. Spring in direct shear and torsional shear. Curvature effect consider. Okay, so when the bar is bent in form of helical coil, stresses on the inside of the spring increases, and at the same time stresses on outside the curvature of the fiber decreases. Thus, the length of the inner fiber is less than the length of the outer fiber. This results in stress concentration at the inside fiber of coil. So when the bar is bent in the form of a helical coil, just helical coil helical coil, stresses on the inside of the spring increases. Inner fiber stresses and at the same time stresses on the outside of the curvature. Outside the curvature, stress outside fiber decreases. Thus the length of the inner fiber is less than the length of the outer fiber. Inner fiber length less than the outer fiber length. This results in stress concentration at the inside fiber coil. Because stress stress concentration. Okay, so we should consider the curvature effect. So for this, the scientist introduced the stress concentration factor, also known as Wall's correction factor, which is denoted by K equal to 4C minus 1 divided by 4C minus 4 plus 0.615 divided by C. So Wall factor, it is the stress concentration factor used to account for curvature along with the direct stress and torsional shear stress in spring. It is the stress concentration factor used to account for curvature. Curvature we consider along with the direct shear and torsional shear in spring. Okay. അപ്പോൾ നമുക്ക് ആക്ഷൻ കേസിൽ നമുക്ക് സ്പ്രിംഗ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ കർവേച്ചർ എഫക്റ്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ സ്പ്രിംഗ് റിയൽ ലൈഫിൽ വർക്കാവുള്ളൂ. ലോഡൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ സ്പ്രിങ്ങിൻ്റെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഈ കർവേച്ചർ എഫക്റ്റ് കൗണ്ട് ചെയ്യണമെന്നില്ല. ആ സമയത്ത് മറ്റേ ഇതെല്ലാം മതിയാവും. ഒരു ഡയറക്റ്റ് ഷെയറും ടോർഷണൽ ഷെയറും ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് റിയൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത്
ആ കർവേച്ചർ എഫക്റ്റിന് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. സോ ഈ കെ എന്ന് പറയുന്ന ഫാക്ടർ കൂടി നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ സ്പ്രിങ്ങിനെ ആക്ട് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞല്ലോ, ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് അത് ഇങ്ങനെ ഉണ്ടാവും. സോറി, ടോട്ടൽ ഷിയർ സ്ട്രെസ് ഈ ഒരു ഷേപ്പിലും ടോർക്കല്ല, ടോർക്ക് മുഖേന ക്രിയേറ്റ് ചെയ്ത് ഡയറക്റ്റ് ഷിയർ. സോ അതിൻ്റെ കൂടി കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? നമ്മുടെ ചിത്രം ഏകദേശം ഈ ഒരു ഷേപ്പിൽ കിട്ടുക. ഇവിടെ ഒരു കർവ് മാതിരി വരും ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ സൈഡ് ടോവൺ പ്ലസ് ടി ടു, മറ്റൊരു ടോവൺ മൈനസ് ടി ടു വരും. അപ്പോൾ ടോവൺ പ്ലസ് ടി ടു എന്ന് പറയുന്നത് ഇൻസൈഡ് ഫൈബറിലും ടോവൺ മൈനസ് ടി ടു എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഫൈബറിലാണ്. അപ്പോൾ ഇവിടെ സ്ട്രെസ് കൂടുതൽ, സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ഇവിടെ അധികം, ഇവിടെ കുറവായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ കെ എന്ന് പറയുന്ന ആ ടേമും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് സമയത്ത് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവുക? ഈ ടൈപ്പിലുള്ള ഒരു സ്ട്രെസ്സാണ് സ്പ്രിങ്ങിൻ്റെ മേലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക ഫൈനൽ. ഓക്കെ, അപ്പോൾ എക്സാമിന് നമുക്ക് ഇതിനൊന്നും ആവശ്യമില്ല, ഈ ചിത്രം ഇതൊന്നും വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വരച്ചതേ ഉള്ളൂ. നമുക്ക് എക്സാമിന് വെച്ചാൽ ഇത് മാത്രം മതി, അപ് ടു ഇവിടെ മുതൽ ഇവിടെ വരെ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ടേമിനെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ കാണുന്ന ഭാഗം വരച്ചിട്ടുള്ളത്. Okay, so why do we consider wall factor for the design of vertical compression spring? So answer, in actual practice, curvature effect is very important. So curvature effect you should consider along with the direct stress and torsional shear stress while designing the spring. When the body is bent in the form of helical coil, stresses on the inside of the spring is increases, and at the same time stresses on outside of the curvature decreases. Thus, the length of the inner fiber is less than the length of the outer fiber. This results in stress concentration at the inside fiber of coil. So, we should consider curvature effect. So, for this, scientist Wall introduced stress concentration factor, also known as Wall's correction factor. So, K equal to 4C minus 1 divided by 4C minus 4 plus 0.615 divided by C. Okay, so, എന്താണ് Wall factor? ഒരു മാർക്കിന് ഞാൻ ചോദിച്ചാൽ ഇത് എഴുതുന്നുണ്ട്. ഇറ്റ് ഈസ് ദ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ യൂസ്ഡ് ടു അക്കൗണ്ട് ഫോർ കർവേച്ചർ അലോങ് വിത്ത് ഡയറക്റ്റ് ഷിയർ ആൻഡ് ടോർഷണൽ ഷിയർ ഇൻ സ്പ്രിങ്. എന്നിട്ട് ഈ ക്വസ്റ്റൻ കൂടി എഴുതി വെച്ചാൽ ഫുൾ മാർക്കായി. ഇത് 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ഉണ്ട്, 4 മാർക്കിനാണ് ഞാൻ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഇത്ര എഴുതണം. ഓക്കെ.